മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ വിജയം നേടിയ മുന്നണിയാണ് മഹായുതി സഖ്യം. കഴിഞ്ഞ 50 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുന്നണി ഇത്തരത്തിൽ മൃഗീയ ഭൂരിപക്ഷം നേടുന്നത് ആദ്യമായാണ്. എന്നിട്ടും മഹായുതി സഖ്യത്തിലെ അംഗങ്ങളായ ബി.ജെ.പി, ശിവസേന, ഷിൻഡെ, എൻ.സി.പി, അജിത് പവാർ വിഭാഗങ്ങൾ പൂർണ്ണമായും സന്തോഷവാന്മാരല്ലെന്നതാണ് സത്യം. വിജയത്തിൽ എല്ലാവരും വളരെയധികം ആഹ്ലാദം അറിയിക്കുമ്പോഴും പൊതുവായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ആരെന്ന ചോദ്യമാണ്. ഓരോ പാർട്ടിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളുടെ പ്രധാന നേതാക്കളെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ സംസ്ഥാനത്ത് പ്രതിസന്ധി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പിയുടെ പ്രതിനിധി വരണമെന്നാണ് RSS കാര്യാലയത്തിൽ നിന്നുൾപ്പെടെയുള്ള നിർദ്ദേശം. അതുകൊണ്ട് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ്. എന്നാൽ അത് മറ്റു പാർട്ടികളും അംഗീകരിച്ചാൽ മാത്രമേ നടക്കൂ എന്നതാണ് മുന്നണി മര്യാദ. ആദ്യഘട്ടത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ പിന്തുണയ്ക്കുമെന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്ന അജിത് പവാർ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആവശ്യം ഉന്നയിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അദ്ദേഹം നേരിട്ടല്ല, ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്നാണ് സൂചന. ഇതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത്. എന്നാൽ ചില അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് സംസ്ഥാനത്ത് മറ്റൊരു ഫോർമുലയ്ക്കാണ് ഷിൻഡെയുടെ ശിവസേന നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ബീഹാറിൽ നടപ്പാക്കിയ രീതി വേണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും ജനതാദൾ നേതാവ് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരുന്നു. ഇതേ നിലപാട് ഇവിടെയും വേണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. നിലവിൽ അല്പമെങ്കിലും അയവുള്ളത് എൻ.സി.പി നേതാവ് അജിത് പവാറിന്റെ നിലപാടുകളിലാണ്. അദ്ദേഹത്തെ ഒപ്പം നിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാകും ബി.ജെ.പിയുടെ നീക്കങ്ങളിൽ പ്രധാനം. കഴിഞ്ഞ തവണ ഷിൻഡെയ്ക്ക് അധികം വിട്ടു നൽകിയതിനാൽ തന്നെ ഇക്കുറി അത്തരമൊരു ഡീലിന് പാർട്ടി പ്രവർത്തകരും ഒരുക്കമല്ല. അതേസമയം സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ ജയമാണ് മഹായുതി സഖ്യം നേടിയത്. ആകെയുള്ള 288 സീറ്റുകളിൽ 232 സീറ്റുകളിലും സഖ്യം വെന്നിക്കൊടി പാറിച്ചു. അതിലേറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്നത് ബി.ജെ.പി ആയിരുന്നു. 132 സീറ്റുകളാണ് അവർ നേടിയത്. എന്നാൽ പ്രതിപക്ഷ സഖ്യമായി എം.വി.ക്ക് വെറും 49 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 2 സംസ്ഥാനങ്ങളിലാണ് ബി.ജെ.പി കൂറ്റൻ വിജയം സ്വന്തമാക്കിയത്. ഹരിയാനയിലായിരുന്നു ആദ്യ വിജയം. കോൺഗ്രസ് വിജയിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മൂന്നാമതും ചരിത്ര വിജയം ബി.ജെ.പി അവിടെ സ്വന്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മഹാരാഷ്ട്രയിലും അത്യുഗ്രൻ വിജയം ബി.ജെ.പി നേടി. കൂറ്റൻ വിജയത്തിൽ മോദി മാജിക്കിന് ക്രെഡിറ്റ് നൽകുന്ന ബി.ജെ.പിയെ അല്ല പക്ഷേ ഇവിടങ്ങളിലെല്ലാം കണ്ടത് മോദിയിൽ നിന്നും തന്ത്രം മാറ്റിപ്പിടിക്കുന്ന ബി.ജെ.പിയാണ്. പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടി പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞു മുന്നേറുകയായിരുന്നു ബി.ജെ.പി.